ഹനീഫ എന്തോടെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിരിക്കണേ? ഞാനും ഒന്നുമില്ലടാ, ഞാനിങ്ങോട്ട് പോയിരുന്നു ആ തോട്ടിന്റെ അവിടേക്ക്. അപ്പൊ വീവാത്താനെ കണ്ട്. അപ്പൊ വീവാത്താനായിട്ട് കൊറേ വർത്താനം പറഞ്ഞു. അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ ഇവിടെ ഇന്ന് കുഞ്ഞാപ്പ് അവിടെ ഇല്ലാന്ന്. കുഞ്ഞാപ്പ് ഉമ്മയും കൂടി എന്തൊക്കെയാ പറഞ്ഞു ബാക്കിൽ പോയിട്ടേ കരയുണ്ട്. ഞാൻ പിന്നെ പ്രശ്നമായിട്ട് പോകുന്നു. അത് എന്താണെന്നല്ല ഓൻ ചോദിച്ചോക്കണം. ഞാന് ഓന്റെ ഉമ്മയും ഞാനും കൂടെ ഇപ്പൊ ഇന്നലെ ടിവിയിൽ കണ്ടിട്ട് ഞാൻ പോകുമ്പോ വിവത്താത്ത വിളിച്ചോട് അതിപ്പോ ഇജ്ജ് അറിഞ്ഞടാ ഒരു ചെക്കന് കൊന്നിട്ട് ചെക്കന്റെ പേരും പറഞ്ഞല്ലോ രേഷ്മ കൊലക്കേസാണ്. അതന്നെ ഇപ്പൊ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ജ്യൂസിൽ കഷായം കളിക്കൊടുത്തത് ആലോചിച്ചിട്ട് സാധ്യത എങ്ങനെ ഇവർക്ക് കൊല്ലാൻ തോന്നുന്നത്? കാരണം ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ അത് സ്നേഹത്തിനാണ് കൊന്നത്. അതാ പെണ്ണിനെ അറിയില്ല. അതിന് ഡബിൾ ശിക്ഷ കിട്ടണം. ഇന്ന് ആലോചിച്ചത് ഞാൻ ആലോചിക്കാ ഞാൻ സത്യം പറഞ്ഞ ഒരു പാമ്പിനെ കണ്ടാലും ഒരു നായിനെ കണ്ടാലും നേരിയ കൊല്ലും ചെയ്യില്ല. നിങ്ങളടുത്ത് എവിടെയും പാമ്പ് വന്നാൽ ആരും എന്നെ വിളിക്കില്ല. കാരണം ഞാൻ പറയും പാവാണ് പോയിക്കോട്ടുകാർ. അപ്പൊ എല്ലാരും എന്നോട് പറയും അനീഫാനെ വിളിക്കണം, ഓനൊരു പേടിത്ത് പറയാനാണ്. ഞാൻ പേടിത്ത് പറഞ്ഞിട്ടില്ല, ജീവന്റെ വില അല്ലടൂ, എല്ലേനും ജീവനുള്ളതല്ലേ. ഞാനും ചിന്തിക്കണമായിട്ടല്ലോ. എല്ലാരും ഒപ്പം സ്നേഹിച്ചിട്ട് പെണ്ണ് വേറെ കണ്ടപ്പോ ആ ചെക്കനെ കൊന്നത് ഭയങ്കര ഇതിന്റെ കാലാകാലം ജയിലിൽ കിടക്കാലോ. എല്ലാവർക്കും ഒരു പാടാവുമാണത്. ഇങ്ങനെ കൊറേ ഉണ്ട്. ഞാൻ പോവാ ഞാൻ പോവാ ഞാൻ പോല്ലേ വിവാദാത്തന്നെ. എന്താ എന്താണ് വിവാദത്ത? എന്താ മോനെ ജിന്റെ മോനെ പ്രായം ചെക്കനല്ലേ, അതിനോട് ഞാനിപ്പോ എങ്ങനെയാ പറയാ? ചെക്കൻ പറഞ്ഞത് എന്താ പറഞ്ഞു? ഒന്നുമില്ല, ഞാനിപ്പോ ആ ചെക്കൻ വന്നിന്ന് അനീഫാനുണ്ട് മോനെ. മോനെ ഇന്നലെ ടിവിയിലെ വാർത്ത വെച്ച് കണ്ടപ്പോ മോനെ അമ്മോടെ ടിവി ഇല്ലല്ലോ, അമ്മൂടെയൊക്കെ നശിപ്പിക്കും ചെയ്തില്ലേ. ചെക്കനെ ചാറ് പോയിക്കണേ വെള്ളമായിട്ട് കഴിക്കുന്നതാണ് ടിവി. ചായ കുടിക്കുമ്പോ ചാറ് പോയത്രേ ടിവിന്റെ അവിടെ. ചെക്കൻ ഒരു കുടം വെള്ളം തന്നാകണം കേൾക്കി. ഉമ്മ ടിവി ചാറായിട്ട് ഞാൻ കേൾക്കിട്ടാണ് പറഞ്ഞു. ആ ദേവി പിന്നെ മുണ്ടിട്ടില്ല. ടിവി കൊണ്ടുവാ വെള്ളമായിട്ട് കഴുകാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ എംസാത്താണ് കണ്ടതാണ് മോനെ ഇന്നലെ. എന്താണ് ആ പെണ്ണുണ്ടല്ലോ ആ ചെക്കനെ കൊന്നു പറഞ്ഞിട്ട് അതിനോട് അനീഫ പറഞ്ഞു ഞങ്ങൾ അത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും വായിച്ച് എനിക്ക് എങ്ങനെ തോന്നിയത്? ആ കുട്ടീന്റെ അമ്മ കിടന്ന് കരയില് കണ്ടില്ലേ? വായിച്ച് എങ്ങനെ അവൾക്ക് തോന്നിയത്? ഓള് സ്നേഹം നടിച്ചിട്ട് അവൾക്ക് എങ്ങനെ തോന്നി? ചെയ്തു പോയി. ഓളൊരു പെണ്ണല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഉണ്ടാതിരിക്കട്ടെ, എന്തായാലും ചെയ്തു പോയി. ഒരു പെണ്ണല്ലേ, ഓളെ തൂക്കി 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 കൊല്ലണം കൊരുത്തങ്ങോട്ടവളെ. ആ പെണ്ണ് അങ്ങനെ ശരി. ഞാൻ വെറുതെ വിടാൻ പറയാന്ന് വിചാരിച്ചു. കുറ്റസമ്മതം നടത്തി ഓൾക്ക് പഠിക്കണത്ര. പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അനക്ക് ഇങ്ങനത്തെ കുറ്റം ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അവസ്ഥ എനിക്കറിയോ? ഓൾ അതിനെ കൊന്നിട്ട് ടിവിയില് കണ്ടിട്ടുണ്ടാവൂലേ? ടിവിയിൽ കണ്ട് അഭിസാദൊക്കെ പറഞ്ഞത് മോനെ എന്നിട്ട് ആ കുട്ടി ഓളെ കുറ്റമിട്ടിരിക്കല്ലോ. സ്നേഹം വായിച്ചേ എനിക്ക് ഓണം പഠിക്കൂല. ഇവിടുത്തെ നരകിച്ച് മരിക്കും. ആ തള്ളന്റെ കണ്ണീര് പതിരി എനിക്ക്. ഓളെ അമ്മ രക്ഷപ്പെട്ടത്ര. അമ്മ രക്ഷപ്പെട്ട ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല. എന്താ ഹൈക്കോടതി മുക്കോടതിക്കൊക്കെ കൊടുക്കും. അങ്ങനെ രക്ഷപ്പെടൂല. ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഒരു പാടാണ് മോനെ. അതൊക്കെ ശരിയാണ്. നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. എന്നാലും മറ്റുള്ളവർക്ക് ചായ ഒന്നും വേണ്ടല്ലോ. കുഞ്ഞാപ്പോടെ തന്നെ അത് ശരി. എന്നാ ആയിക്കോട്ടെ. അവിടെ പോയോട്ടെ. കുഴപ്പമില്ല, സുഖമാണ്. ഒന്നുമല്ല, അവിടെ തന്നെ ഉണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇല്ല കുഞ്ഞാപ്പൂരൊന്ന് കാണട്ടെ താത്ത. കുഞ്ഞാപ്പൂരൊന്ന് പോയി കാണട്ടെ. ആയിക്കോട്ടെ പോയോട്ടെ. ഞാനൊന്നും പറയൂല. കുഞ്ഞാപ്പുവാ ഇവിടെ വന്നിരിക്കാണ്. ഞാൻ എന്റെ ഉമ്മാനെയും കണ്ട് അനീഫാനൊക്കെ കണ്ട്. ഇജെന്താ പെടുന്ന കാര്യാന്ന് പറഞ്ഞ്? കാര്യം തന്നെയാണ്.
എന്താണ് കുഞ്ഞാപ്പോച്ചി കുട്ടികളെ മാതിരി ഇങ്ങനെ കാര്യമാണ് അതൊന്നും കേട്ടിട്ടുണ്ടാ വിറകുണ്ടാക്കുക അത് ശരിയാ വിറകുണ്ടാക്കല്ല ദേശം പഠിച്ചിട്ടാണ് ഇമ്മനെ കൂട്ടിയില്ല. എന്താ കാരണം? അനീപ്പ വന്നിട്ട് അതിന്റെ അനീപ്പല്ല പ്രകാശറ്റ വന്നിട്ട് എന്താണ് അനീപ്പാനെ കണ്ടിപ്പോ ഒരാൾ പോയത് ഞാൻ കൊണ്ടുപോയി ഓരോ കൊണ്ടുപോല അവൻ വരൂല. പാൻറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കാണ്ട് കസാലയില് കൊറേ വർത്താനം പറഞ്ഞ് ഇട്ടാണ്ട് പോയി. പ്രകാശറ്റ പറഞ്ഞ് എന്താണ് എന്നോട് പറഞ്ഞേ പ്രകാശന്റെ ഒക്കെ എന്താണ് വിവാഹ വാർഷിക എത്ര അപ്പൊ പായസമൊക്കെ മേടിച്ച് കുടിച്ചത്ര എന്നിട്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊക്കെ പായസം കിട്ടിയില്ലല്ലോ. ഉമ്മാന്റെ കാരണം തന്നെയാണ്. എന്താ ഉമ്മാന്റെ കാരണം? ഇമ്മാന്റെ കല്യാണത്തിന് ഇമ്മനെ വിളിച്ചില്ലല്ലോ. ഇമ്മാന്റെ കല്യാണത്തിന് ഇമ്മ വിളിച്ചില്ലല്ലോ. ഉമ്മ ഒറ്റക്ക് പായസമൊക്കെ ഉണ്ടാക്കി തിന്നുണ്ടാവൂലേ? കുഞ്ഞാപ്പോ ഇജെന്ത് വർത്താനം പറഞ്ഞു? ഉമ്മാന്റെ കല്യാണത്തിന് എങ്ങനെ എന്നെ വിളിക്കുക? ഉമ്മ വിളിച്ചിട്ടില്ല. പ്രകാശത്തിന്റെ കല്യാണത്തിന് മോന് പായസമൊക്കെ ഉണ്ടാക്കിയില്ലേ? അപ്പൊ ഉമ്മാന്റെ കല്യാണത്തിന് ഉമ്മനെ വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉമ്മാനെ കൊണ്ടുപോയില്ല. ഉമ്മാനെ പറഞ്ഞു ഉമ്മനെ ചീത്ത അറിയാ കുറ്റം കെട്ടാൻ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ട അറിഞ്ഞിട്ട്. അത് ശരിയാലോ, വെറുതെ എന്റെ അമ്മ അറിഞ്ഞ് എന്നോട് പറയാൻ പറ്റൂല. ഇതാണ് എന്റെ വർത്താനം അല്ലേ? ഇന്ന് ഉമ്മാന്റെ കല്യാണത്തിന് ഉമ്മ വിളിച്ചില്ല. എന്താ കുഞ്ഞാപ്പ എന്നോട് ഞാൻ പറയാ? ഉമ്മാന്റെ കല്യാണത്തിന് എങ്ങനെ കുഞ്ഞാപ്പ എന്നെ വിളിക്കാ? എന്ത് വർത്താനാ പറഞ്ഞ്? പ്രകാശന്റെ കല്യാണത്തിന് പ്രകാശന്റെ പായസം കുടിച്ചില്ലേ? അത് പ്രകാശന്റെ കല്യാണത്തിനല്ലേ? അവര് എന്റെ കല്യാണം കഴിഞ്ഞ വാർഷികം നടത്തിയപ്പോ സമയക്കണില്ല എന്നൊക്കെ പായസം കുടിക്കായിരുന്നു. ഉമ്മാന്റെ കല്യാണത്തിന് പായസം തരാന്നില്ല, അമ്മ തന്നില്ല. നടക്കണത് പറയും കുഞ്ഞാപ്പോജി. ഞാൻ നടന്നിട്ട് വരികയാന്നോ? നടക്കണ കാര്യം പറയുന്നു. ഇത് കേൾക്കാനിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ചെന്നിന് വന്നതാണ്. ഒന്നുമല്ല, ഞാനിപ്പോ അവിടെ നോക്കിട്ട് കണ്ടില്ല, അപ്പൊ ഇങ്ങോട്ട് വന്നാണ്. നമുക്ക് വേലക്ക് പോടാ. എവിടെ വേല? അപ്പൊ കച്ചില കഴിഞ്ഞ പലാല് വേലയല്ലേ ചൊവ്വാഴ്ച? അതിന് പോവാ. ആടൊക്കെ നമുക്ക് പോയാ പോവാ പോണട്ടാ. അതൊക്കെ ചന്തിയാഴ്ച നിന്നണോ? ചന്തിയാഴ്ച നിന്നണോ? ചോത്ത മുട്ടായി വെക്കണം, കച്ചാപ്പാത്തി നിന്നണോ? ആകെ തിന്നാ കുഞ്ഞാപ്പോ കായൊക്കെ ചിട്ടാ ഞാൻ പോട്ടെന്നാ പോവേ. എന്നാലും ഉമ്മ വിളിച്ചില്ലല്ലോ ഉമ്മാന്റെ കല്യാണത്തിന്. ഞാൻ പോയി ഇവിടെ നിന്നിട്ട് കരഞ്ഞൂട്. ഉമ്മാന്റെ കല്യാണത്തിന് ഉമ്മ വിളിച്ചില്ല, പായസമൊക്കെ കുടിച്ചില്ലേക്ക് തരാതെ.